ഇത് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം മനസ്സിലായോ? ഈ കാണുന്നത് കല്ലുമൂട് ജംഗ്ഷൻ. അതായത് നമ്മുടെ ഈഞ്ചക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അടിയിലൂടെ ക്രോസിംഗ് വരുന്ന വഴി, വലിയുറയ്ക്കൊക്കെ പോകുന്ന വഴി, ഈ ജംഗ്ഷന് സമീപം നമ്മുടെ ഹൈവേ ഫ്രണ്ടേജിൽ, ഈ ഹൈവേയുടെ സർവീസ് റോഡ് ഫ്രണ്ടേജിൽ ഒരു 14 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. നമ്മുടെ വസ്തുവിൻ്റെ ഈ ഒരു ഫ്രണ്ടേജാണ് വരുന്നത്. ശരിക്കും ഈ വസ്തുവിന് നമുക്ക് 2 റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് അടുത്തൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാരണം നമുക്ക് കറക്റ്റ് ഒരു വിസിബിലിറ്റി അറിയത്തില്ല. പക്ഷേ ഈ ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ മതി, ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു കെട്ടിടം നിൽപ്പുണ്ട്. ആ കെട്ടിടം കഴിഞ്ഞ് തൊട്ടടുത്ത പ്ലോട്ട്. ആർക്ക് വേണമെങ്കിലും നേരിട്ട് വന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ. ഇതിനകത്തുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. വളരെ നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 20 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ടോട്ടലായിട്ട് 14 സെൻറ്റ് സ്ഥലം, ഉദ്ദേശിക്കുന്ന വില 20 ലക്ഷം രൂപയാണ്. നല്ലൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു സ്ഥലമാണ്. ഇപ്പം നമുക്കിവിടെ നിന്ന് ഈ ഈഞ്ചക്കൽ ജംഗ്ഷനിലേക്ക് കയറാൻ വളരെ അടുത്താണ്. പെട്ടെന്ന് തന്നെ ഈഞ്ചക്കൽ ജംഗ്ഷനിലേക്ക് എത്താം. മാൾ ഓഫ് ട്രാങ്കൂർ ആയാലും എയർപോർട്ടെല്ലാം നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയോറ വഴി പോവുകയാണെങ്കിൽ പഴയ എയർപോർട്ട് റോഡ്, അതുവഴി നമുക്ക് ഡൊമസ്റ്റിക്കിലേക്ക് പോകാനായിട്ട് ഇവിടെ നമുക്കൊരു 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. അതുപോലെ ശംഖുമുഖം വളരെ അടുത്താണ്. ഇനി ഇതാ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണെങ്കിൽ ഈ റോഡ് തന്നെ നേരെ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 2 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ എയർപോർട്ടിലേക്ക്, ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരം. താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോ. ഞാൻ ഇതിൻ്റെ പിറകിലുള്ള വഴിയും കൂടെ കാണിച്ചു തരാം. നമ്മുടെ കല്ലുമൂട് ജംഗ്ഷൻ വലിയോറ പോകുന്ന വഴിയാണ്. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ വലത്തോട്ടാണെന്ന് ഈ ഒരു വഴിയെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്കൊരു 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ 2ാമത്തെ ആക്സസ് ആയിട്ട് വരുന്നത്. നമുക്ക് 2 റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്ക് യാർഡിൽ നമുക്കൊരു വെയർ ഹൗസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽ കാണാം. അപ്പോൾ ആ പിൻവശത്ത് കാണുന്നത് നമ്മുടെ ഹൈവേ ഫ്രണ്ടേജും ഇതതിൻ്റെ ബാക്കിലുള്ള റോഡാണ് കേട്ടോ. ഈ റോഡും ചെന്ന് കയറുന്നത് നമ്മുടെ സർവീസ് റോഡിൽ തന്നെയാണ്. ഏകദേശം ഒരു 150 മീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ കാണുന്നത് സർവീസ് റോഡാണ്. നമുക്കിനി പ്രോപ്പർട്ടിക്കകത്തേക്ക് പോവാം. ഈ വരുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ശരിക്കും ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആ കാട് പിടിച്ച് കിടക്കുന്ന ആ ഒരു സ്ഥലം അതുകൂടെ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു ഹൈവേ ഫ്രണ്ടേജ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇത് 2 സർവേ നമ്പറാണ് കേട്ടോ. നമുക്കിത് ടോട്ടലായിട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. അതായത് ആ മതിൽ കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് റോഡ് ഫ്രണ്ടേജ് വരേക്കും വരുന്ന ആ ഒരു ഏരിയ ടോട്ടലായിട്ട് 14 സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം കമേഴ്സ്യൽ കെട്ടിടങ്ങളാണ് കേട്ടോ. അതൊരു കമേഴ്സ്യൽ കെട്ടിടമാണ്. അതായത് ആ ഒരു ജംഗ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ചുറ്റുപാടുമൊക്കെ ഒത്തിരി വീടുകളും കാര്യങ്ങളുമാണ്. നമുക്ക് നേരെ ഒരു റോഡ് ഫ്രണ്ടേജ് ഇവിടെയും കിട്ടും, 2 സൈഡിലും റോഡ് കിട്ടും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് പിൻവശത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള വർക്ക്ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ സ്ഥലം ഉപയോഗിക്കാം. നമുക്ക് മുൻവശത്ത് നിന്നുള്ള ഷോറൂമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 20 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും.